വരുന്നു. ഇന്നിപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ 2019 ഈ പാളികൾ ഉദ്ഘാടനം ചെയ്തത് ജയറാമാണെന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അന്നത്തെ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഏതാണ് ഈ നമ്മുടെ സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നൈയിലെ സ്ഥാപനത്തിൽ ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്വർണം പൂശിയ പാളികൾ ഉദ്ഘാടനം ചെയ്തത്? അതെ 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 അല്ലല്ലേ, അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഭക്തന്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ട് എന്റെ സ്വപ്നത്തിൽ അങ്ങ് വന്ന് പൂജ ചെയ്താൽ ഗംഭീരമാവും, അയ്യപ്പസ്വാമിക്ക് പോകുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ ആരായാലും ഓടിപ്പോയി ചെയ്യില്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് എല്ലാവരോടും പറയുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ പേരുണ്ടായിട്ടും അയ്യപ്പസ്വാമി എന്നെ തന്നെ ഈ പൂജയ്ക്ക് നിയോഗിച്ചില്ലേ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പോയി ചെയ്തത്. അല്ല, ആരാ സ്വപ്നം കണ്ടത്? സ്വപ്നം കണ്ടെന്ന് പറഞ്ഞതാരാ? മറ്റേ അദ്ദേഹം നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ ഉദ്ഘാടനത്തിന് വിളിച്ചത്? അതെ അതെ, അദ്ദേഹം തന്നെയാണ് വിളിച്ചത്. അദ്ദേഹം വിളിച്ചു, ചെന്നൈയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് വന്ന് ഒരു പൂജയും മറ്റൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഞാൻ വീരമണിയെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം വന്ന് പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ ചെല്ലുമ്പോ വീരമണി സ്വാമി ഉണ്ട്. അല്ല, ഞങ്ങൾ ഒരുമിച്ചാ പോയത്. കറക്റ്റാ, ഞങ്ങൾ ഒരുമിച്ചാ പോയത്. എന്നിട്ട് അദ്ദേഹം പാട്ടുകൾ പാടി, ഞാനും ഒരുമിച്ചിരുന്ന് പാടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കർപ്പൂരം ഒഴിഞ്ഞു, ശരണം വിളിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പ്രധാന പൂജ ചെയ്ത്. കൂടെ ഞാനും ഇരുന്നു. വേറെ പൂജാരിമാരുണ്ടായിരുന്നോ ഈ ചെന്നൈയില്? വേറെ പൂജാരിമാരുണ്ടായിരുന്നോ? ഇല്ലില്ല, വേറെ പൂജാരിമാരില്ലായിരുന്നു. അവിടെ അദ്ദേഹമാണ് പ്രധാന പൂജാരിയായിരുന്നത്. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിളിച്ചതല്ലേ? സ്മാർട്ട് ക്രിയേഷൻസിൽ ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ട്, പൂർത്തിയായി, സ്വപ്നത്തിൽ ജയറാമിനെ കണ്ടു, അപ്പൊ വരണം. തീർച്ചയായിട്ടും അന്നത്തെ ദിവസം ഞാൻ ഷൂട്ടിംഗ് ആവട്ടെ നിർത്തിയിട്ടാണ് ഓടിയത്. ഓ, അത് ശരി. അന്ന് ചെന്നൈയിൽ തന്നെയായിരുന്നോ ഷൂട്ട്? ആ, ചെന്നൈ തന്നെ. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെയാണോ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അതോ അത് കഴിഞ്ഞിട്ടോ? അന്നായിരുന്നു, അടുത്ത ദിവസമായിരുന്നു. അത് കൃത്യം ഓർക്കുന്നില്ല കേട്ടോ. എനിക്കത് അന്ന് തന്നെ ആയിരുന്നോ അല്ല അടുത്ത ദിവസമാണോ സംശയം. എനിക്കത് പെട്ടെന്ന് ഓർത്ത് കിട്ടാൻ ബുദ്ധിമുട്ട്. എന്തായാലും ശബരിമലയ്ക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ പൂജാമുറിയിലും കയറി പോയത്. അതെ, അതിനും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് കാർമ്മികത്വം വഹിച്ചതല്ലേ? അതെ അതെ അതെ, അദ്ദേഹം ഒരു പൂജാരി തന്നെ ആയിരുന്നില്ല. എനിക്ക് ശബരിമലയിലെ പൂജാരി ആയിരുന്നു എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെ, അദ്ദേഹം മേൽശാന്തി ഒന്നും ആയിട്ടില്ല, പക്ഷെ പൂജാതി കർമ്മങ്ങളിൽ പ്രാവീണ്യമുണ്ട്, പരികർമ്മിയായിരുന്നു.